നമ്മുടെ കേരളത്തിൽ കുറച്ച് ആളുകളുണ്ട്. അവരുടെ കയ്യിലൊരു മിഷ്യൻ ഗണ്ണ് കൊടുത്തിട്ട് മുസ്ലിങ്ങളെ എവിടെ വെച്ച് കണ്ടാലും വെടിവെച്ച് കൊല്ലണം എന്നുള്ള ഒരു അധികാരം കൊടുത്താൽ ഇതിലും വലിയ സാധനം എന്തെങ്കിലും ഉണ്ടോ? പീരങ്കി പോലത്തെ ഒറ്റ അടിക്ക് അങ്ങോട്ട് കൊന്നു തള്ളാനാണ് എന്ന് പറഞ്ഞ് ആ ഗണ്ണും വാങ്ങി കൊല്ലാനിറങ്ങും. അത്രയ്ക്കും വർഗീയത മൂത്ത് നടക്കുകയാണ് കുറച്ചാളുകൾ. പാമ്പുകൾ അവയുടെ സെഞ്ചിയിൽ വിഷം നിറഞ്ഞാൽ ഏതെങ്കിലും വസ്തുവിൽ കൊത്തി കളയാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല, അറിയുമില്ല, അങ്ങനെ കേട്ടിട്ടുണ്ട്. ഏതായാലും അതുപോലെയാണ് ഇവറ്റകൾ. വർഗീയത മൂത്ത് മുസ്ലിങ്ങൾക്കെതിരെ വിഷം തുപ്പാനുള്ള അവസരം കാത്തു കിടക്കുകയാണ്. നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ള ആളുകളോട് അടുത്ത് ഇടപഴകുന്നവർ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ മേലായിരിക്കും അവരുടെ വിഷം തുപ്പുക. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. പക്ഷേ ഈ കാട്ടുതീ ഉണ്ടായപ്പോൾ ഇവിടെ സാമ്രാജ്യത്തോടും ഫാസിസത്തോടും സയനിസത്തോടും എതിർപ്പുള്ള ഒരു വിഭാഗമാണ് വലിയ ആഘോഷം ആരംഭിച്ചു. ഇത് അമേരിക്കയ്ക്ക് തീപിടിച്ച് ഇത് ഗസയിൽ നടത്തുന്ന നരമേധത്തിനുള്ള ദൈവത്തിന്റെ തിരിച്ചടിയാണ് എന്ന രീതിയിൽ ഫേസ്ബുക്കിൽ പല ആളുകൾ പോസ്റ്റ്. അതും നമ്മൾ മൈൻഡ് ആവശ്യം. ഇങ്ങനെ ഒരുപാട് വിഷജീവികൾ നമ്മുടെ നാട്ടിലുണ്ട്. അമേരിക്കയിൽ കാട്ടുതീ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിരിക്കുന്ന സമയത്ത് വല്ലാത്ത ഒരു മനസന്തോഷത്തോടെ ആഹ്ലാദഭരിതരായി നടക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങളെന്ന് സോഷ്യൽ മീഡിയയിലിരുന്ന് അയാൾ പറയുകയാണ്. ഒരു കമ്മ്യൂണിറ്റിയെ മെൻഷൻ ചെയ്യുന്നില്ലെങ്കിലും ആ വീഡിയോയിൽ അയാൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ബുദ്ധി വെച്ച ഏതൊരു കുഞ്ഞിനും മനസ്സിലാവുന്ന കാര്യമാണ്, അല്ലേ? മുസ്ലിം സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവ് ഇത് ദൈവത്തിൻ്റെ പരീക്ഷണം ഇറങ്ങിയതാണ്, അവർ അനുഭവിക്കട്ടെ, തങ്ങളുടെ അതായത് മുസ്ലിങ്ങൾ കൂടുതലുള്ള പലസ്തീനെ ആക്രമിച്ച ഒരു സമൂഹത്തിന് ആയുധം കൊടുത്ത ഒരു രാജ്യം കാട്ടുതീയിൽ കത്തിയമർന്ന് ഇല്ലാതാകുന്നതിൽ ഞങ്ങളൊക്കെ വലിയ സന്തോഷത്തിലാണ് എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പറയുകയോ എഴുതുകയോ ചെയ്തോ? മുസ്ലിം നാമധാരികളായ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിച്ചത് വായിച്ച് ഒരു മതവിഭാഗത്തെ തന്നെ ഒന്നാകെ വിഷജീവികൾ എന്ന് പച്ചയ്ക്ക് പറയാൻ മാത്രം അത്ര വിഷമാണോ ഉള്ളിൽ നിറച്ചുകൊണ്ട് നടക്കുന്നത് ഇവർ? സത്യത്തിൽ അയാളൊക്കെ ഒരു മാധ്യമ പ്രവർത്തകനാണോ എന്ന് പോലും ചിന്തിച്ചു പോവുകയാണ്. അടുത്തവൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒപ്പം അടുത്തവൻ്റെ സന്തോഷത്തിൽ കൂടെ സന്തോഷിക്കുവാനാണ് പറയുന്നത്, അസൂയപ്പെടാനല്ല. അതിന് കഴിയാത്തത് ജയശങ്കറെ പോലുള്ള ആളുകൾക്കാണെന്ന് അവർ തന്നെ പറയുകയാണ്. ഈ വയസ്സാം കാലത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കി തമ്മിലടിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു ചാനൽ ഉണ്ടാക്കി വെറുപ്പുകൾ മാത്രം റിലീസാക്കിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. സംസാരിക്കാൻ പോലും വയ്യാതായിരിക്കുന്നു. പക്ഷേ കുഞ്ഞുഷ്ടിന് യാതൊരു കുറവുമില്ല. ഫലസ്തീനിൽ 10,000 വരുന്ന കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടപ്പോഴും ബോംബിങ്ങിനിടെ എത്രയോ കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യം സംഭവിച്ചപ്പോഴും എത്രയെത്ര കുട്ടികൾ അനാഥരായി പോയപ്പോഴും എത്രയെത്ര സ്ത്രീകൾ ഒറ്റപ്പെട്ടവരും വിധവകളുമായി എത്രയെത്ര ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെയും അവരുടെ മക്കളെയും നഷ്ടപ്പെട്ടു പോയി, അവരുടെ സമ്പത്തെല്ലാം നശിപ്പിച്ചു പോയി, അവരുടെ സമ്പത്തെല്ലാം നശിപ്പിച്ചു. ഭക്ഷണമോ ഒരു തുള്ളി വെള്ളമോ കിട്ടാതെ എത്രയെത്ര കുഞ്ഞുങ്ങളാണ് തൊണ്ട പൊട്ടി മരിച്ചത്. എന്തേ അവരാരും മനുഷ്യരല്ലേ? അവരോടൊന്നും തോന്നാത്തത് ഇപ്പോൾ എന്താണാവോ അമേരിക്കയോട് മാത്രം ഒരു വല്ലാത്ത ഒരു സ്നേഹം? പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലായിടത്തും ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. മക്കയിലും മദീനയിലും എന്താ വെള്ളപ്പൊക്കം നടന്നിട്ടില്ലേ? വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ലേ? ഇറാഖിലും തുർക്കിയിലും ശക്തമായ ഭൂചലനങ്ങൾ ഉണ്ടായിട്ടില്ലേ? യുദ്ധത്തിൽ തന്നെ തരിപ്പണമായ ഫലസ്തീനിൽ തന്നെ എങ്ങനെ ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്ന പോലെ വീണ്ടും വീണ്ടും ഭൂചലനം ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ഇതൊക്കെ എല്ലാ രാജ്യത്തും ഉണ്ടാകുന്നതാണ്. മനുഷ്യൻ വെന്തുരുകുമ്പോൾ അതിൽ സന്തോഷിക്കുന്നവൻ മനുഷ്യനാണോ? മാത്രമോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹിന്ദുമത വിശ്വാസപ്രകാരം അമ്പലത്തിൽ കയറുമ്പോൾ മേൽ വസ്ത്രം ഊരണം എന്ന് ശിവഗിരി മഠാധിപതി പറയുകയും അതിനെ നമ്മുടെ മുഖ്യമന്ത്രി പിന്താങ്ങുകയും ചെയ്തപ്പോൾ ചെറിയ തോതിലുള്ള ചർച്ചകൾക്ക് അന്ന് വഴിവെച്ചിരുന്നു. സ്ത്രീകളാണെങ്കിൽ ധരിച്ച വസ്ത്രത്തിനു മീതെ മേൽമുണ്ടാണ് പുതയ്ക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇതിനെ ചൊല്ലി ഒരു കൂട്ടർ വേണമെന്നും മറ്റൊരു കൂട്ടർ ആവശ്യമില്ല എന്നുമുള്ള തർക്കമാണ് തകൃതിയായി നടക്കുന്നത്. കൂട്ടത്തിൽ ശബരിമല സ്ത്രീ പ്രവേശമൊക്കെ കടന്നു വരുന്നുണ്ട്. ഓക്കെ, അതെല്ലാം മതാചാര്യന്മാർ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട കാര്യമാണ്. അതിൽ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് തീരുമാനം പറയാനോ അഭിപ്രായം പറയാനോ അവകാശമില്ല. പക്ഷേ അവിടെയും നമ്മുടെ വക്കീലിന് ഇരിക്കപ്പുറത്ത് കിട്ടിയിട്ടില്ല. ഉടനെ വെറുതെ വീട്ടിലിരിക്കുന്ന മുസ്ലിം സ്ത്രീയെ വലിച്ചഴക്കുകയാണ് ഈ വിഷയത്തിലേക്ക്.
സ്ത്രീകൾക്ക് പള്ളിപ്രവേശനം അനുവദിക്കണമെന്നാണ് ജയശങ്കരൻ വക്കീൽ മുതൽ സുകുമാരൻ നായർ, സുരേന്ദ്രൻ, മുരളീധരൻ, ഈ ഹിന്ദു ഐക്യവേദിയുടെ ബാബു തുടങ്ങിയ ആളുകളുടെയൊക്കെ ആവശ്യം. എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ടവരെല്ലാം ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് എതിരായിരുന്നതാണ്. അപ്പോൾ അവിടെ കയറുന്നതിനെതിരാണ് ഇവിടെ കയറ്റുകയും വേണം. അവർക്ക് ഊരുകയോ ഇടുകയോ എന്തെങ്കിലും ചെയ്യുകയും വേണം. അതിനെല്ലാം മൊത്തത്തിൽ അവർക്ക് വേണ്ടത് മുസ്ലിങ്ങളെയാണ്. ഇവരെല്ലാം ഇത് പറയുമ്പോഴും ഇപ്പോൾ മുസ്ലിം സ്ത്രീകൾക്ക് കയറാൻ കഴിയുന്ന ഒരുപാട് പള്ളികളായി. വഴിയാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പ്രത്യേകം സ്ഥല സൗകര്യമുണ്ട് എന്ന് എഴുതിയ ബോർഡുകൾ എല്ലാ പള്ളികളുടെ മുമ്പിലും ഇപ്പോൾ കാണാൻ സാധിക്കും. ഈ പറയുന്നത് പോലെ എല്ലാവർക്കും പ്രവേശിക്കാം. അത്തരം ആളുകൾക്കൊക്കെ കയറാൻ കഴിയുന്ന പള്ളികളൊക്കെ ഇന്നിപ്പോൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലൊക്കെ ധാരാളമുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ വിഷയം കാട്ടുതീയും അമേരിക്കയും ഫലസ്തീനും മേൽമുണ്ടും അമ്പലവും പള്ളിയൊന്നുമല്ല, മുസ്ലിങ്ങളാണ് പ്രശ്നം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഒരു തോക്കോ പീരങ്കിയോ എടുത്ത് അവരുടെ കയ്യിലെങ്ങാനും കൊടുത്തിട്ട് അധികാരം കൊടുത്തിരുന്നെങ്കിലെന്ന്. ഇവറ്റകളുടെയൊക്കെ മനസ്സ് ദുഷിച്ചു പോയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴല്ലാതെ ഇനി എന്നാണ് ഇവറ്റകൾ ഒന്ന് നന്നാവുക? കഷ്ടം.